ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, നമ്മുടെ വീട് എന്നും വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ള കുറച്ച് ടിപ്പുകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനീ പറയുന്ന ടിപ്പുകൾ നിങ്ങളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടുള്ള വീട് എല്ലാവർക്കും സ്വന്തമാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറേ ടൈമൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഡെയിലി ഒരു മണിക്കൂർ, ജസ്റ്റ് 1 മണിക്കൂർ നമ്മൾ അതിന് വേണ്ടിയിട്ട് നീക്കി വെച്ചാൽ മതി. നല്ല നീറ്റായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള വീട് എല്ലാവർക്കും സ്വന്തമാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ടിപ്പുകൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളും ഇത് ഫോളോ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ടിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ബെഡുകളൊക്കെ വിരിച്ചു വെക്കുക. എല്ലാ റൂമിലെയും ബെഡുകൾ വിരിച്ചു വെക്കാൻ ജസ്റ്റ് ഒരു 10 മിനിറ്റിൻ്റെ സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് നിന്ന് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് അനുഭവപ്പെടും. ആകെ വാരി വലിച്ചിട്ടുള്ള ബെഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മുഷിപ്പ് തോന്നും. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ ബെഡുകളൊക്കെ വിരിച്ചിട്ട് ക്ലീനാക്കി വെക്കുക. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, സിറ്റ് ഔട്ട് എന്നും രാവിലെ തന്നെ ക്ലീൻ ചെയ്ത് വെക്കുക. നമ്മൾ അകമൊന്നും രാവിലെ തന്നെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിലും സിറ്റ് ഔട്ട് എന്നും രാവിലെ തന്നെ അടിച്ചു വാരി, അതുപോലെ തുടക്കാനുണ്ടെങ്കിൽ തുടച്ചിട്ടൊക്കെ നല്ല നീറ്റായിട്ട് വെക്കുക. കാരണം നമ്മളെ വീട്ടിലേക്ക് ആര് കടന്നു വരുമ്പോഴും ഫസ്റ്റ് തന്നെ സിറ്റ് ഔട്ടിൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ അതെന്നും നല്ല ക്ലീൻ ആയിട്ടിരിക്കുക. മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ അലങ്കോലപ്പെട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് അടക്കിപ്പെറുക്കി വെക്കുക. ഒരു 10 മിനിറ്റ് മാത്രം മതിയാവും. നമുക്കൊന്ന് സ്പീഡിൽ ചെയ്തെടുക്കാവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവരുടെ ടോയ്സുകളൊക്കെ വീട് ആകെ നിരത്തിയിട്ടുണ്ടാവും. അപ്പോൾ കളിക്കുന്ന കുട്ടികൾ കളിച്ച് കഴിഞ്ഞാൽ ടോയ്സൊക്കെ യഥാസ്ഥാനത്ത് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് അവരെ ശീലിപ്പിക്കുക. 2-3 തവണ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതുപോലെ തന്നെ കൊണ്ടുവന്ന് വെച്ചോളും. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ, സ്കൂളിൽ പോകുന്ന ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർ ബുക്സും പേന, പെൻസിൽ ഇതൊക്കെ സ്കൂളിൽ പോകുന്ന തിരക്കിനിടയിൽ വാരി വലിച്ചിട്ടിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് അടക്കി പെറുക്കി വെക്കുക. എന്നാൽ തന്നെ നമ്മുടെ വീട് പകുതിയോളം വൃത്തിയായി കഴിഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ടോയ്സുകളും അതുപോലെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന അലക്കാനുള്ള ഡ്രസ്സുകൾ, അതുപോലെ തന്നെ ബുക്സ്, ഇതൊക്കെ ഒന്ന് യഥാസ്ഥാനത്ത് തന്നെ എടുത്തു വെക്കാൻ നോക്കുക. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നാലാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കിച്ചണിലോ ഇല്ലെങ്കിൽ സ്റ്റോർ റൂമിലോ ഒരു ബാസ്ക്കറ്റ് കരുതി വെക്കുക. അപ്പോൾ കുട്ടികളൊക്കെ കുളിച്ചിട്ട് ഡ്രസ്സ് അഴിച്ചിടുന്ന ടൈമിൽ, ഇല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് അഴിച്ചിടുന്ന ടൈമിൽ ഈ ബാസ്ക്കറ്റിൽ തന്നെ കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ട് ശീലിപ്പിക്കുക. അതുപോലെ അലക്കേണ്ട ഡ്രസ്സുകൾ അന്നന്ന് തന്നെ കഴിവതും അലക്കിയിടാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ 2 ദിവസത്തിലൊരിക്കലെങ്കിലും അലക്കിയിടുക. അഞ്ചാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, അലക്കിയിട്ട് ഉണക്കിയെടുക്കുന്ന ഡ്രസ്സുകൾ നമ്മൾ അപ്പം തന്നെ മടക്കിയിട്ട് യഥാസ്ഥാനത്ത് തന്നെ വെക്കാൻ നോക്കുക. നമ്മൾ എന്ത് സാധനം വെക്കുമ്പോഴും അതിനായിട്ടൊരു സ്ഥലം കണ്ടെത്തുക. എന്നും അതേ സ്ഥലത്ത് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ അലക്കിയ ഡ്രസ്സുകൾ ഓരോരുത്തരുടെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കുക. അപ്പോൾ അവരവർക്ക് ആവശ്യമുള്ള ടൈമിൽ പെട്ടെന്ന് തന്നെ ഡ്രസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതുപോലെ നമ്മുടെ ടൈമും ലാഭിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ടൈമിൽ മാത്രം അയയിൽ നിന്നും തുണിയെടുക്കുക. അതേ സമയം തന്നെ നമ്മൾ അത് യഥാസ്ഥാനത്ത് തന്നെ മടക്കിയിട്ട് വെക്കുക. നിങ്ങൾ എവിടെയാണോ വെക്കൽ, അലമാരയിലാണോ ഇല്ലേ പെട്ടിയിലാണോ എവിടെയാണെന്ന് വെച്ചാൽ യഥാസ്ഥാനത്ത് അപ്പം തന്നെ മടക്കി വെക്കുക. ചിലർ കൂട്ടി അവിടെ ഇവിടെയൊക്കെ മേശയിലും കട്ടിലൊക്കെ ഇട്ട് വെക്കാറുണ്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അത് മടക്കി വെക്കുക. ആ ശീലം ഒന്ന് ഒഴിവാക്കുക. ഇനി ആറാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ലിവിങ് റൂമിലെയും അതുപോലെ ബെഡ്റൂമിലൊക്കെ ഉള്ള സോഫകൾ നേരെ നല്ല നീറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അതിൻ്റെ പില്ലൊക്കെ വാരി വലിച്ച് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡറിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
ഏഴാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ച ഉടനെ തന്നെ ഡൈനിങ് ടേബിളൊക്കെ നല്ല ക്ലീൻ ചെയ്ത് വെക്കുക. അത് പിന്നത്തേക്ക് മാറ്റി വെക്കാതെ അപ്പം തന്നെ ചെയ്ത് തീർക്കുക. എട്ടാമത്തെ ടിപ്പ് കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ നമ്മൾ ജോലിയൊക്കെ ഉള്ള ടൈമിൽ വാരി വലിച്ചിട്ട സാധനങ്ങൾ, പാത്രങ്ങൾ, മിക്സി ഇവയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ജോലി കഴിഞ്ഞ ഉടൻ തന്നെ യഥാസ്ഥാനത്ത് തന്നെ എടുത്തു വെക്കുക. മിക്സിയൊക്കെ കൗണ്ടർ ടോപ്പിൽ നിന്നും മാറ്റിയിട്ട് കബോർഡിലോ എവിടെയാണ് വെക്കുന്നതെന്ന് വെച്ചാൽ അതൊക്കെ മാറ്റി വെക്കുക. പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക. അതുപോലെ എടുത്ത സാധനങ്ങളൊക്കെ യഥാസ്ഥാനത്ത് തന്നെ എടുത്തു വെച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പ് എന്നും നല്ല ക്ലീനായിട്ട് വെക്കുക. സ്റ്റൗവും കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുക. അപ്പോൾ നമ്മൾ കിച്ചണിലോട്ട് ഇറങ്ങുന്ന ടൈമിൽ ഇതൊക്കെ നല്ല ക്ലീനായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു മണിക്കൂറിൻ്റെ ടൈം മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ശ്രദ്ധിക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ വീടൊന്നും നല്ല നീറ്റായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ഈ ടിപ്പുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിനായിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ ടിപ്പുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.